കാട്ടാനകൾ മനുഷ്യജീവനെടുക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ കാണണമെന്ന് ആവർത്തിച്ചു പറയേണ്ടി വരികയാണ്. സർക്കാരിന്റെയോ വനം വകുപ്പിന്റെയോ ഭാഗത്തു നിന്നുള്ള നടപടികൾ വന്യമൃഗങ്ങളുടെ ഭീഷണി നേരിടുന്ന മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഒട്ടും തൃപ്തികരമല്ലെന്നതാണ് വാസ്തവം. കാട്ടാനതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ബന്ധപ്പെട്ടവരുടെ ജാഗ്രത വീണ്ടും വീണ്ടും ആവശ്യപ്പെടേണ്ടി വരുന്നു എന്നത് നിർഭാഗ്യകരമാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വനം വകുപ്പും സർക്കാരും യോഗങ്ങൾ വിളിക്കുന്നതും പലവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതുമൊക്കെ സാധാരണമാണ്. പക്ഷേ വന്യമൃഗ ഭീഷണി തുടർന്നും ജനങ്ങൾക്ക് സഹിക്കേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല, ആ ഭീഷണി ഏറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം വർദ്ധിച്ച തോതിലായിട്ടുണ്ട്. അടുത്തിടെ ഇടുക്കി കൊമ്പൻപാറയിൽ സോഫി എന്ന വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അരുവിയിൽ കുളിക്കാൻ പോയപ്പോഴാണ്. ഈ മേഖലയിലെ കാട്ടാന ശല്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും പരിഹരിക്കാൻ നടപടിയെടുത്തില്ല എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവനന്തപുരം പാലോടിന് സമീപം ബാബു എന്ന 54-കാരനെയും വയനാട്ടിലെ നൂൽപ്പുഴയിൽ മാനു എന്ന യുവാവിനെയും കാട്ടാന കൊന്നതും സമീപ ദിവസങ്ങളിൽ തന്നെയാണ്. പീച്ചി താമരവെള്ളച്ചാലിൽ പ്രഭാകരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചതും അടുത്ത നാളുകളിൽ. കഴിഞ്ഞ ദിവസം ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾക്കാണ് ജീവൻ നഷ്ടമായത്. കശുവണ്ടി ശേഖരിച്ച് മടങ്ങുമ്പോൾ വെള്ളി, ഭാര്യ ലീല എന്നിവരെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ആദിവാസി പുനരധിവാസ മേഖലയായ ആറാളം ഫാമിൽ കാട്ടാന ആക്രമണങ്ങളിൽ ഇതുവരെ 20ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആനകളെ തടയുന്നതിന് വനാതിർത്തിയിൽ മതിൽ നിർമ്മാണം 2 വർഷം മുമ്പ് തുടങ്ങിയതാണ്. പണി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ മേഖലയിൽ പ്രതിഷേധം ശക്തമാണ്. പക്ഷെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രയും വേഗം ഒരുക്കണമെന്ന ബോധ്യമൊന്നും അധികൃതർക്കില്ല. കാരണം അവരും അവരുടെ കുടുംബങ്ങളും സുരക്ഷിതരാണല്ലോ. പാവപ്പെട്ട ആദിവാസി സമൂഹത്തിന് എന്ത് സംഭവിച്ചാൽ അവർക്കെന്ത്? അതിരൂക്ഷമായ കാട്ടാനശല്യം സഹിച്ചും ആക്രമണം ഭയന്നും കഴിയാനാണ് ജനങ്ങളുടെ വിധി. ഈ വർഷം 2 മാസം പോലും തികഞ്ഞിട്ടില്ല. അപ്പോഴേക്കും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരവധി പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ വർഷവും ഇത് തന്നെയായിരുന്നു അവസ്ഥ. കാടുമായി ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയായിട്ടുണ്ട്. പല ഭാഗത്തും നിത്യമെന്നോണം വന്യമൃഗങ്ങളുടെ ചെറുതും വലുതുമായ അക്രമങ്ങൾ ഉണ്ടാകുന്നു. കാടുകളിൽ വന്യമൃഗങ്ങൾ പെരുകിയിരിക്കുന്നു. അവ നാട്ടിലിറങ്ങുന്നത് തടയാനുള്ള മാർഗങ്ങളാണെങ്കിൽ അതിനൊത്ത് ഉണ്ടാകുന്നുമില്ല. മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ള നിരവധി ആളുകളിൽ പലർക്കും അർഹതപ്പെട്ട നഷ്ടപരിഹാരം സർക്കാർ നൽകിയിട്ടുമില്ല. പലരും ഓഫീസുകൾ കയറിയിറങ്ങി വലയുകയാണ്. കൈയോടെ കിട്ടുന്ന നഷ്ടപരിഹാരം മാത്രമാണ് വിശ്വസിക്കാവുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആറളം ഫാമിൽ ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ കുടുംബത്തിന് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യ ഗഡുവായ 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ നൽകിയത്. മൃതദേഹം വെച്ച് വിലപേശേണ്ടി വരുന്ന ഗതികേട് ഇരകളുടെ കുടുംബത്തിനും നാടിനും ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ വാക്കു പാലിക്കുന്നതാകണം. വനം വകുപ്പ് ശരിക്കും കാട്ടാന അതിക്രമങ്ങളും മറ്റ് വന്യമൃഗ അതിക്രമങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം സജീവമാകുന്ന ഒരു വകുപ്പായി മാറിയെന്ന് വേണം പറയാൻ. സ്ഥിരമായ ഒരു പരിഹാരം വന്യമൃഗ അതിക്രമങ്ങളിൽ ഉണ്ടാകണമെന്ന ബോധ്യം ഈ സർക്കാരിനോ ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ ഇല്ല. മലയോര ജനതയെ ഇന്ന് ബാധിക്കുന്ന ഏറ്റവും വലിയ ദുരിതപൂർണമായ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ സർക്കാരിന്റെ ഇടപെടലുകൾ അനിവാര്യമാണ്. മലയോരത്തെ പാവങ്ങളെ സംബന്ധിച്ച് ഇന്നുള്ളത് ഉറക്കമില്ലാത്ത നാളുകൾ തന്നെയാണ്. ഏത് നിമിഷവും എന്തും നടക്കാമെന്ന ഭയത്തോടെയാണ് ആ ജനത ജീവിക്കുന്നത്. അവരുടെ ഭീതിജനകമായ ജീവിതത്തിന് ഇനിയെങ്കിലും അന്ത്യം കുറിക്കുവാൻ സർക്കാർ തരത്തിലുള്ള ഇടപെടലുകൾ ഏറെ ആവശ്യകരമാണ്.